വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ഇക്വിറ്റി ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ഇവിടെ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട് 2 lakh, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 10 lakh, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. If the firm uses no debt 10%, if the firm uses 4 lakh debentures 11% ആയിരിക്കും. അതായത് ഡിബഞ്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേമിന്റെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ 11%. ഇനി 6 ലക്ഷമാണ് ഡിബഞ്ചർ ആവണമെങ്കിൽ എന്താണ് ഫേമിന്റെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 13%. ഡെപ്റ്റ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ 10% ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഡെപ്റ്റ് 4 ലക്ഷം ഉപയോഗിച്ചാൽ 11%. ഡെപ്റ്റ് എന്താണ് 6 ലക്ഷം ആണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ 13%. അസ്യൂം ദാറ്റ് 4 lakh debentures can be raised at 5% rate of interest and 6 lakh debentures can be raised at 6% rate of interest ആണ്. അതായത് 4 ലക്ഷം ഡിബഞ്ചർ റൈസ് ചെയ്യുമ്പോൾ നമ്മൾ 5% ആണ് അതിന് പലിശ കൊടുക്കേണ്ടത്. 6 ലക്ഷം റൈസ് ചെയ്യുകയാണെങ്കിൽ 6% ആണ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് വാല്യൂ ഓഫ് ഫേം ആണ്. ഇവിടെ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം നമുക്ക് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇല്ല. സോ നമ്മൾ ആദ്യം ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇക്വിറ്റി വാല്യൂ പ്ലസ് ഡെപ്റ്റ് വാല്യൂ ആഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇ പ്ലസ് ഡി എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫേമിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഡെപ്റ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ, അപ്പൊ അങ്ങനെ നമ്മൾ ഇത് നോ ഡെപ്റ്റ്. പിന്നെന്താണ് 4 lakh ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ 4 lakh, പിന്നെ 6 lakh ഡിബഞ്ചേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ 6 lakh ഡിബഞ്ചേഴ്സ്. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോ നോ ഡെപ്റ്റ് 4 lakh ഡിബഞ്ചേഴ്സ് 6 lakh ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഏർണിംഗ് ബിഫോർ. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇക്വിറ്റിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇക്വിറ്റിയുടെ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KE ആണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് EBIT തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ് 2 lakh. അപ്പൊ അത് എല്ലാത്തിലും ഇത് 2 lakh 2 lakh 2 lakh. നമുക്ക് വേണ്ടത് ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് ഡെപ്റ്റ് ഇല്ലെങ്കിൽ മൊത്തം ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഡെപ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് കുറച്ചുള്ള എമൗണ്ടേ കിട്ടുള്ളൂ. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. ഇവിടെ നോ ഡെപ്റ്റ് സിറ്റുവേഷൻ ആണ്, അപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. ഇവിടെ 4 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് എത്രയാന്ന് പറഞ്ഞേക്കണേ 5%. അപ്പൊ 4 lakh into 5/100 എത്രയാണ് 20,000. പിന്നെ അടുത്ത സിറ്റുവേഷനിൽ എത്രയാണ് 6 lakh ഡിബഞ്ചേഴ്സ് ഉണ്ട്. 6 lakh ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 6% ആണ്. അപ്പൊ 6 ലക്ഷം into 6/100 എത്രയാണ് 36,000 ആണ്. ഇനി ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 2 ലക്ഷം ഉണ്ടായിരുന്നു. ഇവിടെ നോ ഡെപ്റ്റ് സിറ്റുവേഷൻ, അപ്പൊ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആണ്. ഇവിടെ 4 ലക്ഷം ആണ്, പക്ഷെ ഇവിടെ 2 ലക്ഷം തന്നെയാണ് EBIT, പക്ഷെ അവിടെ എന്തുണ്ട് 4 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം 5%. 20,000 രൂപ ഇൻട്രസ്റ്റ് നമ്മൾ ഡിബഞ്ചേഴ്സിന് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ അത് 2 ലക്ഷത്തിന് പോകണം. അപ്പൊ 2 ലക്ഷം മൈനസ് 20,000 എത്രയാണ് 1,80,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിലോ 2 ലക്ഷം തന്നെയാണ് ഇവിടെയും ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, പക്ഷെ ഇൻട്രസ്റ്റ് എത്ര രൂപ കൊടുക്കണം 36,000 രൂപ കൊടുക്കണം. അവിടെ 6% ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ അവൈലബിൾ എത്രയാണ് 2 ലക്ഷം മൈനസ് 36,000 1,64,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ. ഡെപ്റ്റ് ഇല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എത്രയാണ് 10%. 4 ലക്ഷം ആണെങ്കിൽ 11%, 6 ലക്ഷം ആണെങ്കിൽ 13% ആണ്. 10%, 11%, 13%. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KE. KE എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ.
ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 ലക്ഷം. ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ ഐ ഉണ്ടാവില്ല. അപ്പൊ ബൈ കെ ഇ എത്രയാണ്? 10%. 2 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. ഈ സിറ്റുവേഷനിലാണെങ്കിലോ ഏർണിംഗ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? അതന്നെയാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ലക്ഷം മൈനസ് 20,000. അതാണ് നമ്മൾ ഇവിടെ ഏർണിംഗ് അവൈലബിലിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞിട്ട് 1,80,000 കണ്ടുപിടിച്ചേക്കണം. അപ്പോൾ 1,80,000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 11 ഇൻറ്റു 100. ഇവിടെ ആകുമ്പോൾ 1,64,000 ഡിവൈഡഡ് ബൈ എത്ര ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ? 13 ഇൻറ്റു 100 ആണ്. അപ്പൊ എത്രയാണ്? 2 ലക്ഷം ഇൻറ്റു 100/10. അപ്പൊ എത്രയാണ്? 2 lakh rupees ആണ്. ഇവിടെ 1,80,000 ഇൻറ്റു 100/11. അപ്പൊ എത്രയാണ്? 20 lakh ആണ്. 16,36,363. 1,64,000 ഇൻറ്റു 100/13 12,61,538 രൂപയാണ് എന്ത്? ഇക്വിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എത്രയാണ്? ഇവിടെ ഡെപ്റ്റ് ഇല്ല നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ, അപ്പൊ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ എത്ര രൂപ ഡെപ്റ്റ്? 4 ലക്ഷം. മൂന്നാമത്തെ സിറ്റുവേഷനിലോ 6 ലക്ഷം. നമ്മുടെ വാല്യൂ ഓഫ് ഫേം എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇക്വിറ്റിയുടെ വാല്യൂ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുവന്നിട്ട് 20 ലക്ഷം. ഇവിടെ ഡെപ്റ്റ് ഇല്ലാത്ത കാരണം 20 ലക്ഷം തന്നെയാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. ഇവിടെ ഇക്വിറ്റിയുടെ വാല്യൂ നമ്മൾ ഫോർമുല വെച്ചിട്ട് 16,36,363. ഡെപ്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ 4 ലക്ഷം രൂപയുടെ ഡെപ്റ്റ് ഉണ്ട്, അപ്പൊ പ്ലസ് 4 ലക്ഷം, അപ്പൊ 20,36,363. ഇവിടെ ഇക്വിറ്റിയുടെ വാല്യൂ 12,61,538 പ്ലസ് എന്താണ്? 6 ലക്ഷം ഡെപ്റ്റിന്റെ വാല്യൂ, അപ്പൊ 18,61,538. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ടോട്ടൽ വാല്യൂ കിട്ടി. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയണം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എങ്ങനെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാറ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം ഇൻറ്റു 100. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര? 2 lakh. വാല്യൂ ഓഫ് വാല്യൂ ഓഫ് ഫേം എത്ര? 20 lakh. 2 lakh divided by 20 lakh into 100. 10% തന്നെ ആയിരിക്കും, കാരണം അവിടെ ഡെപ്റ്റ് ഇല്ല, അപ്പൊ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വിറ്റിയുടെ കോസ്റ്റ് തന്നെ ആയിരിക്കും ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 2 lakh ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം എത്രയാണ്? 20,36,363. അപ്പൊ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 20,36,363 ഇൻറ്റു 100 എത്രയാണ്? 9.8%. ഇനി അടുത്തത് എത്രയാണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 lakh തന്നെയാണ് ബൈ വാല്യൂ ഓഫ് ഫേം എത്ര? 18,61,538 ഇൻറ്റു 100. അപ്പൊ 10.7% ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോ ഡെപ്റ്റ് ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കുറവാണ്, കുറച്ച് ഡെപ്റ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാല്യൂ കൂടുതലാണ്. അപ്പൊ ഡെപ്റ്റ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫേം ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡെപ്റ്റ് 4 ലക്ഷത്തിന് 6 ലക്ഷം ആയപ്പോ എന്താണ്? വാല്യൂ കുറഞ്ഞു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി. അതാണ് പറയുന്നത് നമുക്കൊരു പ്രപ്പോർഷനേറ്റ് വരെ വി ക്യാൻ യൂസ് ഡെപ്റ്റ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫേം. അതിന്റെ പരിധി കഴിഞ്ഞാൽ നമ്മൾ ഡെപ്റ്റ് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാല്യൂ കുറയും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും ചെയ്യും. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 3 സിറ്റുവേഷൻ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ എസ്സേ പോലെ വരും. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതും ഡെപ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നിട്ട് ആ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ അപ്പൊ ടോട്ടൽ വാല്യൂ കാണാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ വാല്യൂ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇൻഡിഫറൻസ് പോയിന്റ് ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ level of EBIT at which EPS is same. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ level of EBIT at which EPS is same for all capital structure. അതായത് ഒരു പർട്ടിക്കുലർ EBIT-യില് നമ്മുടെ ഏത് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഉപയോഗിച്ചാലും we will get same earning per share. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബ്ലം നമുക്ക് വരും ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.